എല്ലാവർക്കും നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ 5th 5 ഇയർ പ്ലാൻ ഡിസ്കസ് ചെയ്തു അല്ലേ? അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ പോകുന്നത് 6th 5 ഇയർ പ്ലാനിലേക്കാണ്, 6ാം പഞ്ചവത്സര പദ്ധതിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ 6th 5 ഇയർ പ്ലാൻ, 6th 5 ഇയർ പ്ലാൻ. അപ്പോൾ അതിൻ്റെ പീരീഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ? ഫ്രം 1980 to 85 ആണ്, 80 തൊട്ട് 85 വരെയാണ് അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. അറിയാമല്ലോ, ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നു അല്ലേ? വീണ്ടും അധികാരത്തിൽ വന്നു. അങ്ങനെ അവർ വീണ്ടും എന്ത് ചെയ്തു? റോളിംഗ് പ്ലാനിന് ശേഷം റോളിംഗ് പ്ലാനിൻ്റെ സമയത്താണ് എന്ത് ചെയ്ത് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നത്? 5th 5 ഇയർ പ്ലാൻ ടെർമിനേറ്റ് ചെയ്തു. 79 വരെ നീണ്ടു പോകേണ്ട 5th 5 ഇയർ പ്ലാൻ 78 വെച്ച് അവസാനിക്കേണ്ടി വന്നു. പിന്നെ 78 മുതൽ 80 വരെ റോളിംഗ് പ്ലാൻ ആയിരുന്നു. അങ്ങനെ 80 വീണ്ടും നടന്ന ഇലക്ഷനിൽ ആര് വിജയിക്കുകയാണ്? ഇന്ദിരാഗാന്ധി വിജയിക്കുകയും അവർ വന്നതിന് ശേഷം എന്ത് ചെയ്തു? ഈ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവർ റീഇനിഷ്യേറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ അവർ 6th 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, 80 മുതൽ 85 വരെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളതിൻ്റെ ഓവറാൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് നോക്ക്. എന്തായിരുന്നു ഇത് ഫോക്കസ്? 6th 5 ഇയർ പ്ലാൻ ഫോക്കസ് ചെയ്ത് എന്തൊക്കെയാണ്? റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. വെറും ഇൻഡസ്ട്രിയലൈസേഷൻ അല്ല കേട്ടോ, റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, വളരെ വേഗത്തിലുള്ള വ്യാവസായികവൽക്കരണം. ഇൻക്രീസ്ഡ് എംപ്ലോയ്മെൻറ്റ്, വർദ്ധിച്ച തൊഴിലവസരങ്ങൾ അല്ലേ? തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക. പോവർട്ടി റിഡക്ഷൻ, ഇതൊക്കെ എവിടെ ഉണ്ടായിരുന്നു? ഈ പോവർട്ടി റിഡക്ഷൻ ഒക്കെ എവിടെയാണ്? 5th 5 ഇയർ പ്ലാനാണ് കൂടുതൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത് കേട്ടോ. ഇവിടെയും അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നത് കൊണ്ടാണ്, ഈ 5th 5 ഇയർ പ്ലാൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നതുകൊണ്ടാണ് ഇത് ഇവിടെയും വരുന്നത്. കാരണം 5th 5 ഇയർ പ്ലാൻ പൂർണ്ണമായിട്ട് നമുക്ക് നടപ്പാക്കാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അതുകൂടി ഈ 5th 5 ഇയർ പ്ലാനിലെ പല ലക്ഷ്യങ്ങളും എവിടെ ഉൾപ്പെടുത്തി? ഈ 6th 5 ഇയർ പ്ലാനിലും ഉൾപ്പെടുത്തി. പോവർട്ടി റിഡക്ഷൻ ആൻഡ് ടെക്നോളജിക്കൽ സെൽഫ് റിലയൻസ്, സാങ്കേതിക സ്വയം പര്യാപ്തത. അപ്പോൾ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഇൻക്രീസ്ഡ് എംപ്ലോയ്മെൻറ്റ്, പോവർട്ടി റിഡക്ഷൻ ആൻഡ് ടെക്നോളജിക്കൽ സെൽഫ് റിലയൻസ്, ഇതൊക്കെയായിരുന്നു 6ാം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഫോക്കസ്. അത് ഫോക്കസ് ചെയ്ത ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ടു റെഡ്യൂസ് പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇവിടെയും പോവർട്ടിക്കും അൺഎംപ്ലോയ്മെൻറ്റിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. 5th 5 ഇയർ പ്ലാനിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. 6th 5 ഇയർ പ്ലാനിലും അത് ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ട് ടു റെഡ്യൂസ് പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്, ദാരിദ്ര്യവും തൊഴിലായ്മയും കുറയ്ക്കാൻ വേണ്ടി സ്കീംസ് ലൈക്ക് IRDP, NREP ആൻഡ് RLEGP വെയർ ലോഞ്ച്ഡ്. നമ്മൾ ഓർമ്മയുണ്ടോ? 5th 5 ഇയർ പ്ലാനിൽ നമ്മൾ പറഞ്ഞ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ഒക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? മിനിമം നീഡ്സ് പ്രോഗ്രാം അല്ലെ, 20 പോയിന്റ് പ്രോഗ്രാം, ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഇനിഷ്യേറ്റ് ചെയ്തതുപോലെ അതിൻ്റെ തുടർച്ചയായിട്ട് 6th 5 ഇയർ പ്ലാൻ പീരീഡിൽ നമുക്ക് ഈ പോവർട്ടിയെ ഡയറക്റ്റ് ടാക്കിൾ ചെയ്യുന്നതിന് വേണ്ടി അല്ലേ, പോവർട്ടി നേരിട്ട് കുറയ്ക്കാനും അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിപ്പിക്കാനും വേണ്ടി ചില സ്കീംസ് ഗവൺമെൻറ് ഇനിഷ്യേറ്റ് ചെയ്തു. അതിൻ്റെ പേരാണ് IRDP അല്ലേ, അതുപോലെ NREP, അതുപോലെ RLEGP എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യും. അതിൻ്റെ ഫുൾ ഫോം നമുക്ക് പഠിക്കാം. ഇപ്പോൾ അത് ഓർത്തിരിക്കുക. IRDP, NREP, RLEGP തുടങ്ങിയ പദ്ധതികൾ ലോഞ്ച് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ടു റെഡ്യൂസ് പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇനി ഈ പദ്ധതിയുടെ വലിയ ഒരു നേട്ടമായിട്ട് എടുത്ത് പറയുന്നത് നബാർഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1982. 1982 നബാർഡ് സ്ഥാപിതമായി. 1982 നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അല്ലേ, കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമുള്ള ദേശീയ ബാങ്കായിട്ട് നബാർഡ് സ്ഥാപിതമാകുന്നു 1982. ഇനി സെക്കൻഡ് ഫേസ് ഓഫ് ബാങ്ക് നാഷണലൈസേഷൻ. ഈ കാലഘട്ടത്തിലെ 6th 5 ഇയർ പ്ലാൻ പീരീഡിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് സെക്കൻഡ് ഫേസ് ഓഫ് ബാങ്ക് നാഷണലൈസേഷൻ. 1980 എന്ത് ചെയ്തു? 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടപ്പിലാക്കി. ആദ്യഘട്ടം എന്താണ്? 1969 നമ്മൾ പഠിച്ചല്ലേ. എന്നാൽ ഇവിടെ പിന്നെന്ത് ചെയ്തു? 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം, 6 ബാങ്ക്സ്, 6 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. 1969 1ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഈ സമയത്ത് ആരാണ്? ഓർമ്മയുണ്ടോ? ഈ സമയത്ത് ആർക്കെങ്കിലും അറിയാമോടെ? ഈ സമയത്ത് സെക്കൻഡ് ഫേസ് ഓഫ് ബാങ്ക് നാഷണലൈസേഷൻ സമയത്ത് ആരായിരിക്കും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ? ഈ സമയത്തും ആര് തന്നെയാണ്? ഇന്ദിരാഗാന്ധി തന്നെയാണ്. 6 ബാങ്കുകളെയാണ് നാഷണലൈസേഷൻ ഞാൻ അന്ന് പറഞ്ഞിരുന്നു. പ്രൈവറ്റ് ബാങ്കുകളെ ആര് ഏറ്റെടുക്കുന്നു? ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു. ഇനി ഈ പദ്ധതിയുടെ ടാർഗറ്റഡ് ഗ്രോത്ത് റേറ്റ് 5.2% ആൻഡ് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാസ് 5.7%. അപ്പോൾ ടാർഗറ്റ് ചെയ്ത ഗ്രോത്ത് റേറ്റ് 5.2%, ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് 5.7%. കണ്ടോ, 0.5% ഇൻക്രിമെന്റ് ഉണ്ട്. അപ്പോൾ എന്താണ്? ഈ പദ്ധതിയും ഒരു സക്സസ് ആയിരുന്നു.
ആറാം പദ്ധതിയും ഒരു സക്സസ് ആയിരുന്നു. ടാർഗറ്റ് ചെയ്ത 5.2ഉം ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് 5.7ഉം ആയിരുന്നു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 5th 5 ഇയർ പ്ലാനിൽ 4.4 ആയിരുന്നു ടാർഗറ്റ് ചെയ്തതെങ്കിൽ അച്ചീവ് ചെയ്തത് 4.8 ആയിരുന്നു. 6th പ്ലാനിലേക്ക് വരുമ്പോൾ 5.2 ആണ് ടാർഗറ്റ് ചെയ്തത്, ഇവിടെ എന്തായിരുന്നു 4.7 ആയിട്ട് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് മാറി. അപ്പോൾ ഈ പദ്ധതി എന്തായിരുന്നു, വളരെ വലിയ വിജയമായിരുന്നു എന്ന് നമുക്ക് പറയാം അല്ലേ. വലിയ വിജയം അല്ലെങ്കിലും ടാർഗറ്റ് ചെയ്ത് നമ്മൾ അച്ചീവ് ചെയ്യാൻ സാധിച്ചെന്ന് വെച്ചാൽ സക്സസ് ആയിരുന്നു, വിജയമായിരുന്നു. ഇനി അപ്പോൾ നമ്മൾ ഓരോ ഇയർ വൈസ് പറയാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു ഓവറാൾ അതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഓവറാൾ അതിൻ്റെ ആ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. 5th 6th 5 ഇയർ പ്ലാൻ പീരീഡിലെ ഓവറാൾ ഫീച്ചേഴ്സാണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ എന്ത് ചെയ്തു, സ്പെസിഫൈ ചെയ്ത് ഓരോ പീരീഡിലെയും നമ്മൾ പറയും. 1980 നോക്ക്, 1980 ഏപ്രിൽ 15, 1980 ഏപ്രിൽ 15 സെക്കൻഡ് ഫേസ് ഓഫ് ബാങ്ക് നാഷണലൈസ്. അപ്പോൾ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം എന്നാണെന്ന് ചോദിക്കുക. വർഷം മാത്രം പഠിച്ചാൽ പോരാ, കൃത്യമായിട്ട് ഡേറ്റ് കൂടി പഠിക്കുക, ചോദിക്കും. എന്നാണ് 1980 ഏപ്രിൽ 15, 1980 ഏപ്രിൽ 15 രണ്ടാം ഘട്ട ബാങ്ക് രണ്ടാം ഫേസിലായിട്ട് അല്ലെങ്കിൽ രണ്ടാമതും ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ആര്? ഇന്ദിരാഗാന്ധി. ഇനി നമ്പർ ഓഫ് ബാങ്ക്സ് നാഷണലൈസ്ഡിന്റെ സെക്കൻഡ് ഫേസ്, രണ്ടാം ഘട്ടത്തിൽ നാഷണലൈസ് ചെയ്ത ബാങ്കുകളുടെ എണ്ണം എത്രയാണ്? 6. 6 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചു. 6 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ബാങ്ക്സ് വിത്ത് അസറ്റ്സ് ഓഫ് 200 crore ഓർ മോർ വെയർ നാഷണലൈസ്ഡ്. അപ്പോൾ ഓർക്കേണ്ട ഒരു ക്രൈറ്റീരിയ, നാഷണലൈസ് ചെയ്ത ബാങ്കുകളുടെ അല്ലെങ്കിൽ ആ സെക്കൻഡ് ഫേസ് നാഷണലൈസേഷൻ ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു, ഒരു മാനദണ്ഡം അവർ നിശ്ചയിച്ചിരുന്നു. എന്താണ്? എങ്ങനെയുള്ള ബാങ്കുകളാണ്? ബാങ്ക്സ് വിത്ത് അസറ്റ്സ് ഓഫ് 200 crore ഓർ മോർ, അതായത് 200 കോടിയോ അതിൽ കൂടുതലോ അസറ്റ് ഉണ്ടായിരുന്ന, ആസ്തി ഉണ്ടായിരുന്ന ബാങ്കുകളെയാണ് നാഷണലൈസ് ചെയ്തത്. മനസ്സിലായില്ലേ? 200 കോടിയോ അതിൽ കൂടുതലോ അസറ്റ് ഉണ്ടായിരുന്ന ബാങ്കുകൾ എന്ത് ചെയ്തു? നാഷണലൈസ് ചെയ്തു. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയുള്ള എത്ര ബാങ്കുകളെയാണ്? 6 ബാങ്കുകളോ. അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ ഓർമ്മയുണ്ടോ, 1969 ഫസ്റ്റ് ഫേസിൽ 14 ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു. അതിൽ 69 ജൂലൈ 19 അല്ലേ, ജൂലൈ 19 ആണ്. അപ്പോൾ അവിടെ എത്ര ബാങ്കുകളെയാണ്? ആ 14 ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു. അവിടെ എത്താണ്ട് ക്രൈറ്റീരിയ എന്തായിരുന്നു? ബാങ്ക്സ് വിത്ത് അസറ്റ്സ് ഓഫ് 50 crore, 50 കോടിയായിരുന്നു. നമ്മൾ പഠിച്ചതാണ്. 50 കോടിയായിരുന്നെങ്കിൽ ഇവിടെ എത്രയാണ്? 200 കോടി. 6 ബാങ്കുകളെ സെക്കൻഡ് ഫേസ് ഓഫ് ബാങ്ക് നാഷണലൈസേഷനിൽ 200 കോടിയിൽ കൂടുതൽ അസറ്റ് ഉണ്ടായിരുന്ന ബാങ്കുകളെയാണ് സർക്കാർ ഏറ്റെടുത്തത്. സ്വകാര്യ മേഖലയിലുള്ള ആ ബാങ്കുകളെ സർക്കാർ ഏറ്റെടുത്തു. മനസ്സിലാവുമല്ലോ? 200 കോടിയിൽ കൂടുതൽ ആസ്തിയുള്ള ബാങ്കുകൾ. അപ്പോൾ ആ ക്രൈറ്റീരിയ വ്യത്യാസം മനസ്സിലാക്കണം. ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലൊക്കെ വരും, മാറിപ്പോകരുത്. ഇനി പ്രൈം മിനിസ്റ്ററുടെ ടൈം ഓഫ് ദ സെക്കൻഡ് ഫേസ് ഓഫ് ബാങ്ക് നാഷണലൈസേഷൻ, ഈ രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്ത് പ്രധാനമന്ത്രി രണ്ടാം ഘട്ട സമയത്തും ആര് തന്നെയാണ്? ഇന്ദിരാഗാന്ധി തന്നെയാണ്. ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും. ഇനി അപ്പോൾ 6 ബാങ്കുകളെയാണ് നാഷണലൈസ് ചെയ്തെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ 14 ബാങ്കുകൾ. അപ്പോൾ ഈ 14 ബാങ്കുകൾ നമ്മൾ പഠിക്കേണ്ട, ഈ 6 ബാങ്കുകൾ ഒന്ന് പഠിച്ചിരിക്കുക. കാരണം എന്താണെന്നറിയാമോ? ഈ 6 ബാങ്കുകൾ പഠിക്കുമ്പോൾ ഏതാണ് ഉൾപ്പെടാത്തത്, ഏത് ഉൾപ്പെടുത്തുന്നതെന്ന് അറിയാൻ പറ്റും. ആ 14 ബാങ്കുകൾ പഠിക്കാതെ തന്നെ നമുക്ക് ഈ 6 ബാങ്കുകൾ പഠിക്കുമ്പോൾ നാഷണലൈസ് ചെയ്ത ബാങ്കുകളിൽ ആ പ്രധാനപ്പെട്ട ബാങ്കുകളാണ് ഇവയെന്ന് പറയുന്നത്. അതുപോലെ എന്താണ് നമുക്ക് നാഷണലൈസ് ചെയ്ത ബാങ്കുകൾ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്ത ഏതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. 6 ബാങ്കുകൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഏതാണ്? ഒന്ന് വിജയ ബാങ്ക് ലിമിറ്റഡ്, വിജയ ബാങ്ക് ലിമിറ്റഡ്. 2 പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ലിമിറ്റഡ്, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ലിമിറ്റഡ്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, കോർപ്പറേഷൻ ബാങ്ക് ലിമിറ്റഡ്, ഓക്കെ, ആന്ധ്ര ബാങ്ക് ലിമിറ്റഡ്. ഇങ്ങനെ 6 ബാങ്കുകളെയാണ് 1980 ഏപ്രിൽ 15 ഇത് സർക്കാർ ഏറ്റെടുത്തത്, നാഷണലൈസ് ചെയ്ത്. ഏതൊക്കെ ബാങ്കാണ്? വിജയ ബാങ്ക് ലിമിറ്റഡ്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ലിമിറ്റഡ്. നിങ്ങൾ ചേർത്ത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വിജയ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, കോർപ്പറേഷൻ ബാങ്ക്, ആന്ധ്ര ബാങ്ക്. കോർപ്പറേഷൻ ബാങ്ക്, ആന്ധ്ര ബാങ്ക്. അപ്പോൾ വിജയ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധു ബാങ്ക്, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, കോർപ്പറേഷൻ ബാങ്ക്, ആന്ധ്ര ബാങ്ക്. ഇങ്ങനെ 6 ബാങ്കുകളെയാണ് സർക്കാർ ഏറ്റെടുത്തത്. പിന്നീടൊരു കാര്യമുണ്ട്, ഇത് പിന്നീട് കാലക്രമത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് പലപ്പോഴും പല ബാങ്കുകൾ ലയിച്ച് ഇതിനകത്ത് കുറച്ച് ബാങ്കുകളൊക്കെ ഇല്ലാതായിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ ബാങ്കിങ് സെക്ടറൊക്കെ പഠിക്കുന്ന സമയത്ത് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 6 ബാങ്കുകളാണ് നാഷണലൈസ് ചെയ്തത്. ഇനി 1980 ഒക്ടോബർ 2, 80 ഏപ്രിൽ 15 നമ്മൾ പറഞ്ഞു. അടുത്ത 80 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി അല്ലേ. ഒക്ടോബർ 2 എന്ത് ചെയ്തു? പ്രോഗ്രാം സച്ചാസ്, ഒരു പ്രോഗ്രാംസ് കൊണ്ടുവന്നു. ഒരു പ്രോഗ്രാം, ഏതൊക്കെ പ്രോഗ്രാംസ് ആണ്?
IRDP, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, സംയോജിത ഗ്രാമീണ വികസന പദ്ധതി അല്ലെങ്കിൽ പരിപാടി, സംയോജിത ഗ്രാമീണ വികസന പരിപാടി എന്ന് പറയുന്ന IRDP. നമ്മൾ നേരത്തെ പറഞ്ഞു എന്തിനാണ്? പോവർട്ടി ഇറാഡിക്കേഷന് വേണ്ടിയും അൺഎംപ്ലോയ്മെന്റ് പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയും IRDP എന്ന പദ്ധതി. എന്നാണത്? 1980 ഒക്ടോബർ 2. മറക്കരുത്, 1980 ഒക്ടോബർ 2 IRDP. ആൻഡ് NREP മറ്റൊരു പദ്ധതിയാണ്. NREP, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി. NREP എന്ന് പറയുന്ന പദ്ധതിയും ലോഞ്ച് ചെയ്തു ഇന്ദിരാഗാന്ധി. അപ്പോൾ 1980 ഒക്ടോബർ 2, അതായത് 6th 5-year പ്ലാന്റെ തുടക്കത്തിൽ 2 പ്രധാനപ്പെട്ട പദ്ധതികൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ഏതൊക്കെയാണ്ട്? IRDPയും NREPയും. അത് കൊണ്ടുവന്ന 1980, ഡേറ്റ് ഓർത്തിരിക്കണം, ഒക്ടോബർ 2. IRDPയുടെ ഫുൾ ഫോം എന്താണ്? ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. NREP എന്താണ്? നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി. IRDP സംയോജിത ഗ്രാമീണ വികസന പരിപാടി എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ 2 പദ്ധതികൾ എന്തിനു വേണ്ടിയാണ്? ടു റെഡ്യൂസ് പോവർട്ടി ആൻഡ് ടാക്കിൾ ദ പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, the program was launched 111th birth anniversary of ഗാന്ധിജി. ഗാന്ധിജിയുടെ 111ാം ജന്മവാർഷികത്തിനാണ് ഇത് നടപ്പിലാക്കിയത്, കൊണ്ടുവന്നത്. ഇത് ലോഞ്ച് ചെയ്തത് എന്നാണ്? ഗാന്ധിജിയുടെ 111ാം ബർത്ത് ആനിവേഴ്സറിക്കാണ് ഇത് നടപ്പിലാക്കി. 2 പദ്ധതി, ഇന്ത്യയുടെ അഭിമാന പദ്ധതികളായിട്ട് ഇത് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി IRDP, NREP പ്രോഗ്രാംസ് വെയർ ഇംപ്ലിമെന്റഡ് ബൈ ഇന്ദിരാഗാന്ധി. ഇത് ആരുടെ കാലഘട്ടത്തിലാണ് ഇത് നടപ്പിലാക്കിയത്? ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് നടപ്പിലാക്കിയത്. നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. ഓക്കെ ആണല്ലോ, കൃത്യമായിട്ട് മനസ്സിലാകുമല്ലോ. ഓക്കെ, ഇനി IRDP പ്രോഗ്രാം റിലേറ്റഡ് ടു റൂറൽ ഡെവലപ്മെന്റ്. IRDP പ്രോഗ്രാം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഗ്രാമീണ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ IRDP എന്ന പദ്ധതി ഗ്രാമീണ, അതിൽ തന്നെ പറയുന്നുണ്ടല്ലേ, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ്. ഉണ്ടോ? അതിന്റെ ഫുൾ ഫോമിൽ തന്നെയുണ്ട്, റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമീണ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അല്ലേ IRDP എന്ന് പറയുന്നത്. ഇനി ഇറ്റ് വാസ് ഡിസൈഡഡ് ടു സ്റ്റാർട്ട് ഇൻ 1978. അപ്പോൾ IRDPയുടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, IRDP അടുത്ത് NREP വരുന്നില്ല കേട്ടോ, IRDP മാത്രമാണ്. IRDP ഡിസൈഡഡ് ടു സ്റ്റാർട്ട് ഇൻ 1978. ഈ IRDP യഥാർത്ഥത്തിൽ 78 തുടങ്ങാനിരുന്നൊരു പദ്ധതിയാണ്. പക്ഷേ ഇറ്റ് വാസ് ഇംപ്ലിമെന്റഡ് ഇൻ 1980. പക്ഷേ ഇത് നടപ്പിലാക്കിയപ്പോൾ ഏത് വർഷമായി പോയി? 80 ആയിപ്പോയി. അപ്പോൾ IRDP തുടങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന വർഷം 78ആണ്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ആരംഭിച്ചത് 80ലാണ്. ആൻഡ് കണ്ടിന്യൂഡ് ടിൽ 1999. എന്നിട്ട് ഏത് വർഷം വരെ ഉണ്ടായിരുന്നു IRDP? 1999 വരെ നടപ്പിലാക്കി. മനസ്സിലായില്ലേ? അത് പിന്നീട് അത് നമ്മൾ പറയും എന്ത് സംഭവിച്ചെന്ന് പറയും. അപ്പോൾ ഇത് 78 IRDP ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം 78 നടപ്പിലാക്കാനായി ഉദ്ദേശിച്ചിരുന്ന പദ്ധതിയാണ്. എന്നാൽ അത് യഥാർത്ഥത്തിൽ നടപ്പിലാക്കിയത് 80ലാണ്. അത് കണ്ടിന്യൂ ചെയ്തു. ഏത് വർഷം വരെ? 99 വരെ കണ്ടിന്യൂ ചെയ്തു. ക്ലിയർ ആണല്ലോ. ഇനി NREP is a program. ഇനി നമ്മൾ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണ്. ഈ NREP പ്രോഗ്രാം റിലേറ്റഡ് ടു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ IRDP റൂറൽ ഡെവലപ്മെന്റിന് പ്രോഗ്രാം, ഇപ്പോൾ എല്ലാത്തിൻ്റെ ഉദ്ദേശം പോവർട്ടി റിഡക്ഷനും അൺഎംപ്ലോയ്മെന്റ് ഇല്ലാതാക്കലുമാണ്. എങ്കിലും ഡയറക്ട്ലി എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ ഏത്? IRDP റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമീണ വികസനം. അതേസമയത്ത് NREP എന്തുമായി ബന്ധപ്പെട്ടതാണ്? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസുമായി ബന്ധപ്പെട്ട്, അതായത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് NREP എന്ന് പറയുന്നത്. ഇനി ദ ഫോർമർ നെയിം ഓഫ് NREP വാസ് FWP, ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. എന്ന് പറഞ്ഞാൽ 1977 മൊറാർജി ദേശായിയുടെ കാലഘട്ടത്തിൽ 5th 5-year പ്ലാൻ പീരീഡിൽ ഒരു പദ്ധതി കൊണ്ടുവന്നു, പോവർട്ടി ഇറാഡിക്കേഷൻ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം, ജോലിക്ക് കൂലി ഭക്ഷണം പദ്ധതി. അതിൻ്റെ എന്ത് ചെയ്തു? റീസ്ട്രക്ചർ ചെയ്ത് റീനെയിം ചെയ്തതാണ് NREP. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം NREPയുടെ ഫോർമർ നെയിം, ആദ്യകാല നാമം എന്തായിരുന്നു? FWP. ആ FW ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമിനെ റീനെയിം ചെയ്തതാണ്, റീസ്ട്രക്ചർ ചെയ്തതാണ് ഏത്? NREP. അത് മറക്കരുത്, നല്ലൊരു പോയിന്റ് ആണ്. അപ്പോൾ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം, 5ാം പദ്ധതിക്കാലത്തെ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമിനെ എന്ത് റീനെയിം ചെയ്ത പദ്ധതിയാണ് ഏത്? NREP. അത് ഏതിവിടെയാണ്? 6th 5-year പ്ലാൻ പീരീഡിൽ, കൃത്യമായി പറഞ്ഞാൽ 1980 ഒക്ടോബർ 2. ഓക്കെ ആണല്ലോ. ഇനി ഫുഡ് ആസ് വേജസ് ഫോർ വർക്ക്, നമ്മൾ പറഞ്ഞു ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താണ്? ഫുഡ് ആസ് വേജസ് ഫോർ വർക്ക്, അതായത് ജോലിക്ക് വേതനമായിട്ട് എന്ത് കൊടുക്കുന്നു? ഫുഡ് കൊടുക്കുന്നു, ആഹാരം കൊടുക്കുന്നു, ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്നു. ഇനി അങ്ങനെ FWP എന്ത് ചെയ്തു? NREP ആയിട്ട് റീനെയിം ചെയ്തു 80 ഒക്ടോബർ 2. എന്നിട്ട് എന്ത് ചെയ്തു? NREP വാസ് ലേറ്റർ മെർജ്ഡ് വിത്ത് RLEGP. അത് പിന്നീട് എന്ത് ചെയ്തു? RLEGP റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. RLEGP എന്താണ്?
റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. എന്ന് വെച്ചാൽ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക്, ലാൻഡ്ലെസ് ആയിട്ടുള്ള ആളുകൾക്ക്, ഗ്രാമപ്രദേശങ്ങളിലെ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ സഹായം നൽകുന്ന പദ്ധതിയാണ് RLEGP. ആ RLEGPയുമായിട്ട് NREP പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? മെർജ് ചെയ്തു, അല്ലെ, ലയിച്ചു. എന്നാണ് 1989. അപ്പൊ FWP റീനെയിം ചെയ്ത് 1980 എന്തായി മാറുന്നു? NREP ആയി മാറുന്നു, അല്ലെ. FWP ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം റീനെയിം ചെയ്ത് NREP ആയി മാറുന്നു. ആ NREP 1989 ആയപ്പോഴേക്കും മറ്റൊരു പദ്ധതിയായിട്ടുള്ള RLEGPയുമായിട്ട് ലയിക്കുന്നു. അങ്ങനെ 89 ലയിച്ച്, എന്നിട്ടൊരു പുതിയ പേര് സ്വീകരിച്ചു, ജവഹർ റോസ്ഗാർ യോജന, JRY എന്ന പേര് സ്വീകരിക്കുന്നു. JRY, ജവഹർ റോസ്ഗാർ യോജന. അപ്പൊ JRY ഏതൊക്കെ പദ്ധതികൾ ചേർന്നുണ്ടായതാണെന്ന് ചോദിച്ചാൽ, ജവഹർ റോസ്ഗാർ യോജന, ജവഹർ തൊഴിൽ പദ്ധതി, റോസ്ഗാർ എന്ന് വെച്ചാൽ തൊഴിലാണ് കേട്ടോ, യോജന പദ്ധതി. ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലുള്ള പദ്ധതിയാണ് ജവഹർ റോസ്ഗാർ യോജന, JRY. അത് ഏതൊക്കെ പദ്ധതി? അത് 89 ഫോം ചെയ്യുന്നത്. അത് 2 പദ്ധതികൾ ചേർത്തുകൊണ്ടാണ് ഇത് വരുന്നത്. ഏതൊക്കെയാണ്? NREPയും RLEGP. മറക്കരുത്, NREP പ്ലസ് RLEGP, അത് രണ്ടും കൂടി മെർജ് ചെയ്തുകൊണ്ടാണ് ഏത് വരുന്നത്? ആ ജവഹർ റോസ്ഗാർ യോജന വരുന്നത്. അപ്പൊ NREP, അല്ലേ, പ്ലസ് RLEGP, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, ഈസ് ഈക്വൽ ടു JRY. ഇത് രണ്ടും കൂടി ലയിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നാണ് ഇത് വരുന്നത്? 1989. മറക്കരുത്. ആ NREPയുടെ ഫോർമർ നെയിം എന്തെന്ന് ചോദിച്ചാൽ പറയുക, FWP, ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അടുത്ത നമ്മൾ 81 വരികയാണ്. 80 പറഞ്ഞു, 81 പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്ക് വരികയാണ്. ഒന്ന്, എക്സിം ബാങ്ക് ആക്ട് വാസ് പാസ്ഡ്. എക്സിം ബാങ്ക് ആക്ട് വാസ് പാസ്ഡ്, അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ആക്ട്. എക്സിം എന്ന് വെച്ചാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട്, എക്സ്പോർട്ട്, IM ഇമ്പോർട്ടൻ റെപ്രസെന്റ് ചെയ്യുന്നു. കയറ്റുമതി ഇറക്കുമതി ബാങ്ക് നിയമം, എക്സിം ബാങ്ക് ആക്ട് വാസ് പാസ്ഡ്. എന്നാണ്? 1981. 1981 എക്സിം ബാങ്ക് ആക്ട് പാസ്സാക്കി. ഓക്കെ, അത് ഓർക്കുക. ഇനി നബാർഡ് ആക്ട് കെയിം ടു ഇഫക്ട്. നബാർഡ് ആക്ട് പ്രാബല്യത്തിൽ വന്നു. നബാർഡ് നിയമം, അല്ലെ, പാസ്സാക്കപ്പെടുന്നു. നബാർഡ് നിയമം. നബാർഡ് 82 നമ്മൾ ആദ്യമേ പറഞ്ഞു. നബാർഡ് ആക്ട് വരുന്നത് 81. അപ്പൊ 81 2 പ്രധാനപ്പെട്ട ആക്ടുകൾ, സുപ്രധാനമായ നിയമങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? എക്സിം ബാങ്ക് ആക്ടും നബാർഡ് ബാങ്ക് ആക്ട്, നബാർഡ് ആക്ടും. രണ്ട് ആക്ടുകൾ, രണ്ടും ബാങ്കുകൾ തന്നെയാണ്. എക്സിം ബാങ്ക് ആക്ടും നബാർഡ് ആക്ടും വരുന്നത്, പാസ്സാക്കപ്പെടുന്നത് 1981. ഇതാ നോക്ക് അടുത്തത്. ഇനി നമ്മൾ 82. അപ്പൊ 81 രണ്ട് ആക്ടുകളാണ്, 2 നിയമങ്ങളാണ്. ഏതൊക്കെയാണ്ട്? ഒന്ന് എക്സിം ബാങ്ക് ആക്ടും നബാർഡ് ആക്ടും, 2 നിയമങ്ങൾ. അടുത്ത 82 വരുന്നു. എന്താണ്? January 1 എക്സിം ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. അങ്ങനെ എക്സിം ബാങ്ക് ആക്ട് 81 പാസ്സാക്കുന്നത്. 82 ജനുവരി 1 എക്സിം ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ആ ആക്ടിന്റെ പിൻബലത്തിൽ എക്സിം ബാങ്ക്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്, കയറ്റുമതി ഇറക്കുമതി ബാങ്ക് നിലവിൽ വന്നു. ഈ ഫോറിൻ ട്രേഡേഴ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാനുള്ള ബാങ്കാണ് എക്സിം ബാങ്ക് എന്ന് പറയുന്നത്. ആ എക്സിം ബാങ്ക് നിലവിൽ, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, വിദേശ നാണ്യം, അതിന്റെ കൈമാറ്റത്തേക്ക് ഹെൽപ്പ് ചെയ്യുന്ന ബാങ്കാണ് എക്സിം ബാങ്ക്. അത് 82 ജനുവരി 1 നിലവിൽ ബാങ്ക് വരുന്നത്. മാറിപ്പോരുത്, ബാങ്ക് വരുന്നത് എന്നാണ് 82 ജനുവരി 1. നിയമം എക്സിം ബാങ്ക് ആക്ട് ആണെങ്കിൽ 81. ക്ലിയർ ആണല്ലോ? ഇനി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് എക്സിം ബാങ്ക്. എക്സിം ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ആസ്ഥാനം മുംബൈയിലാണ് എക്സിം ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇനിതാ നോക്ക്, ജൂലൈ 12 82 തന്നെയാണ്. 1982 ജൂലൈ 12 ദാ വരുന്നു, നബാർഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ഈ നബാർഡ് ആക്ട് എന്നാണ് 81 അല്ലെ? നബാർഡ് ആക്ട് 81 അതിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത വർഷം 82 ജൂലൈ 12, മറക്കരുത്, ജൂലൈ 12, 82 ജൂലൈ 12 ആര് വരുന്നു? നബാർഡ് വരുന്നു. നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. നബാർഡ് ജൂലൈ 12, ജനുവരി 1 ജൂലൈ 12 നബാർഡ് വരുന്നത്. 82 എക്സിം ബാങ്ക് വരുന്നത്, ജനുവരി 1 82. ഇനി നബാർഡ് വരുന്നത് ജൂലൈ 12 1982 നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. കേട്ടോ, ആ കാർഷിക ഗ്രാമീണ വികസനത്തിനുള്ള ദേശീയ ബാങ്ക് എന്ന് പറയും. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, നബാർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മറ്റെവിടെയല്ല, മുംബൈ ആണ്. മുംബൈ അല്ലേ?
ഒരുവിധപ്പെട്ട ധനകാര്യ നമ്മൾ RBI പഠിച്ചപ്പോൾ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയാണ്, SBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയാണ്. അപ്പോൾ ഒരുവിധപ്പെട്ട ബാങ്കിങ് മേഖലയിലുള്ള ബാങ്കിങ് സ്ഥാപനങ്ങളുടെ എല്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയാണ്. അതുകൊണ്ടാണ് നമ്മളെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് മുംബൈയെ അറിയപ്പെടുന്നത്. ഇനി നബാർഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ശിവരാമൻ കമ്മിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നബാർഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ശിവരാമൻ കമ്മിറ്റി. ഈ നബാർഡ് നിലവിൽ വന്നത് ഒരു ബാങ്കിങ് റിഫോം കമ്മിറ്റി രൂപീകരിച്ച, അല്ലെങ്കിൽ ബാങ്കിങ് റിഫോം കമ്മിറ്റിയുടെ, ബാങ്കിങ് പരിഷ്കരണ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഏത് വരുന്നത്? നബാർഡ് വരുന്നത്. അത് ഏത് കമ്മിറ്റി എന്ന് ചോദിച്ചാൽ പറയുക ശിവരാമൻ കമ്മിറ്റിയാണ്. ശിവരാമൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് നബാർഡ്. അപ്പോൾ ചോദിച്ചിട്ടുണ്ട് നബാർഡുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ, നബാർഡിന്റെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി എന്ന് ചോദിച്ചാൽ ശിവരാമൻ കമ്മിറ്റിയാണ്. ഇനി 1982 സെപ്റ്റംബർ, നമ്മൾ ജൂലൈ കഴിഞ്ഞ് 82 തന്നെയാണ്, 82 സെപ്റ്റംബർ മാസത്തിൽ DWCRA. എന്താണ് DWCRA? മറ്റൊരു പദ്ധതിയാണ്. ഡെവലപ്മെന്റ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ്. ഡെവലപ്മെന്റ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ് വാസ് ലോഞ്ച്ഡ്. ഡെവലപ്മെന്റ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ റൂറൽ ഏരിയാസ്, ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനത്തിന് വേണ്ടിയുള്ള, ശാക്തീകരണത്തിന് വേണ്ടിയുള്ള, എംപവർമെന്റിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് DWCRA. അത് വരുന്നത് 82 തന്നെയാണ്, 82 സെപ്റ്റംബറിലാണ്. അപ്പോൾ 82 ജനുവരിയിൽ ആര് വരുന്നു? എക്സിം ബാങ്ക്. ജൂലൈയിൽ ആര് വരുന്നു? നബാർഡ് വരുന്നു. 82 സെപ്റ്റംബറിൽ തന്നെ വരുന്നു മറ്റൊരു പദ്ധതിയാണ് DWCRA, ഡെവലപ്മെന്റ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ റൂറൽ ഏരിയാസ്. അത് ആരംഭിക്കുന്നു. ഇനി യൂണിയൻ ഗവൺമെന്റ് ഇൻ സെപ്റ്റംബർ 1982 launched development of women and children rural areas as a sub scheme of IRDP. ഓർക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. IRDP, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമീണ വികസനത്തിനായിട്ട് കൊണ്ടുവന്നൊരു പദ്ധതിയാണ് IRDP. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു. ആ IRDPയുടെ ഒരു സബ് പ്രോഗ്രാമായിട്ട്, ഒരു സബ് സ്കീമായിട്ട്, ഉപപദ്ധതിയായിട്ടാണ് ഗവൺമെന്റ് 82 സെപ്റ്റംബറിൽ ഏത് കൊണ്ടുവരുന്നത്? ഈ DWCRA, ഡെവലപ്മെന്റ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ. അപ്പോൾ ഓവറോൾ റൂറൽ ഏരിയ ഡെവലപ്മെന്റിന് വേണ്ടി വന്നതാണ് IRDP. മനസ്സിലാക്കുക, നമ്മുടെ മൊത്തത്തിൽ രാജ്യത്തെ ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് വേണ്ടി, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനും തൊഴിലവസരങ്ങൾ കൂട്ടാനുമാണ് IRDP വന്നത്. ഇപ്പോൾ അതിൽ തന്നെ ഗ്രാമീണ മേഖലയിൽ ഏറ്റവും കൂടുതൽ ചൂഷണം അനുഭവിക്കുന്നത്, ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് ആരാണ്? വിമൻ ആൻഡ് ചിൽഡ്രൻ ആണ്, അല്ലെ? കുട്ടികളും സ്ത്രീകളുമാണ്. അപ്പോൾ അവരെ എന്ത് ചെയ്യണം? ശാക്തീകരിക്കണം, അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി IRDPയുടെ സബ് സ്കീമായിട്ട് മറ്റൊരു പദ്ധതി ലോഞ്ച് ചെയ്യുന്നു 82. അതാണ് DWCRA, DWCRA എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി എ പ്രോഗ്രാം ഇംപ്ലിമെന്റഡ് ബൈ ദ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ഇൻ കൊളാബറേഷൻ വിത്ത് യൂണിസെഫ്. അപ്പൊ ഈ പദ്ധതി DWCRA എന്ന് പറയുന്ന പദ്ധതി ഇംപ്ലിമെന്റഡ് ബൈ ദ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ഇൻ കൊളാബറേഷൻ വിത്ത് യൂണിസെഫ്. ആരുമായിട്ട്? UN-ന്റെ ഒരു സബ്സിഡിയറി ഏജൻസിയാണ് യൂണിസെഫ് എന്ന് പറയുന്നത്, അല്ലെ? ആ യൂണിസെഫുമായി ചേർന്ന് എന്തിനു വേണ്ടി? ഡെവലപ്മെന്റ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ റൂറൽ ഏരിയാസ്, ഗ്രാമപ്രദേശത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനത്തിന് വേണ്ടി യൂണിസെഫുമായിട്ട് ചേർന്ന്, അല്ലെ, ആ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയാണ് DWCRA എന്ന്. അപ്പോൾ ആരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട്, ആരുമായിട്ട് കൂടി ചേർന്നുകൊണ്ട്? യൂണിസെഫുമായിട്ട് കൂടി ചേർന്നുകൊണ്ട് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയാണ് DWCRA. അത് എന്തിന്റെ കീഴിലാണ് കൊണ്ടുവന്നത്? IRDPയുടെ കീഴിലാണത് നടപ്പിലാക്കിയത്. ഓക്കെ ആണല്ലോ? ഇനി ഇതാ നോക്ക്, 83 പോകുന്നു, 1983 പോവുകയാണ്. അവിടുത്തെ അടുത്ത പദ്ധതി വരുന്നു RLEGP. RLEGP നേരത്തെ നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? NREPയും RLEGPയും കൂടെ മെർജ് ചെയ്തുകൊണ്ടാണ് ആര് വരുന്നത്? അല്ലെ, RLEGPയും അതുപോലെ പിന്നെന്താണ് NREPയും കൂടെ മെർജ് ചെയ്തുകൊണ്ടാണ് JRY വരുന്നതെന്ന് പറഞ്ഞു. നമ്മളെ ജവഹർ റോസ്ഗാർ യോജന നടപ്പിലാക്കിയത് RLEGP. അത് വന്നത് 83. NREP 80 പറഞ്ഞു. RLEGP എന്താണ്? RLEGP റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഗ്രാമപ്രദേശങ്ങളിലെ ലാൻഡ്ലെസ് ആയിട്ടുള്ള, ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് RLEGP എന്ന് പറയുന്നത്. 1983 വരുന്നത്. 1983 കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 15, 1983 നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്നാണ്. ഓഗസ്റ്റ് 15, 1983 RLEGP ലോഞ്ച് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. The program was initiated by the then Prime Minister ഇന്ദിരാഗാന്ധി. ഈ സമയത്തൊക്കെ അറിയാലോ ഇന്ദിരാഗാന്ധിയാണ്. Program was initiated by the then Prime Minister ഇന്ദിരാഗാന്ധി
with the primary objective of providing employment opportunity to landless laborers in rural areas. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പദ്ധതി കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയാണ്. പ്രത്യേകിച്ച് ആർക്കും എൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്തായിരുന്നു? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, തൊഴിലവസരങ്ങൾ ഒരുക്കുക. ആർക്ക്? ലാൻഡ്ലെസ് ലേബറേഴ്സ് ഇൻ റൂറൽ ഏരിയാസ്. ആ ഭൂരഹിതരായ തൊഴിലാളികൾക്ക്, തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായ ഭൂരഹിതരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് തൊഴിൽ നൽകാൻ ഉള്ള പദ്ധതിയാണ് RLEGP. അത് 1983 ഓഗസ്റ്റ് 15 കൊണ്ടുവന്നത്, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. ഓക്കെ, അടുത്ത 84 പോവുകയാണ്, 1984. നോക്ക്, അവിടുത്തെ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് കൊടുത്തിരിക്കുന്നുണ്ടോ? ഇന്ദിരാഗാന്ധി ഷോട്ട് ഡെഡ്, അല്ലേ? അറ്റാക്ക് ബൈ സെക്യൂരിറ്റി മെൻ അറ്റ് ഓൺ സഫ്ദാർ ജംഗ് റോഡ് എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുക്കുക. ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു വാർത്തയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ്, ദുഃഖകരമായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഈ വർഷം ഉണ്ടാവുകയാണ്. നോക്കിയേ, 1984 ഒക്ടോബർ 31, ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി വാസ് അസാസിനേറ്റഡ്. ഓക്കെ, ഇന്ദിരാഗാന്ധി എന്താണ്? അസാസിനേറ്റഡ് മീൻസ് കൊല്ലപ്പെടുകയാണ്. രാഷ്ട്രീയ നേതാക്കന്മാർ, പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ കൊല്ലപ്പെടുമ്പോൾ ഉദ്ദേശിക്കുന്ന കിൽഡ് എന്നല്ല പറയുന്നത്, അസാസിനേറ്റഡ്. കേട്ടിട്ടുണ്ടാവുമല്ലോ, അസാസിനേറ്റഡ് എന്നാണ് പറയുന്നത്. ഗാന്ധിജി വാസ് അസാസിനേറ്റഡ്, രാജീവ് ഗാന്ധി വാസ് അസാസിനേറ്റഡ് എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളാരെങ്കിലും വെടിവെച്ച് വന്നാൽ എന്താ പറയുന്നത്? കിൽഡ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവരൊക്കെ എന്താണ്? പൊളിറ്റിക്കൽ ലീഡേഴ്സാണ്, ലോക നേതാക്കന്മാരാണ്, അവരെയാണ് അസാസിനേറ്റഡ് എന്നാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്ക്, ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി വാസ് അസാസിനേറ്റഡ്. ഇന്ദിരാഗാന്ധി എന്തെയാണ്? വധിക്കപ്പെടുകയാണ്. 84 ഒക്ടോബർ 31. അവിടെ നോക്ക്, 6ാം പദ്ധതി പൂർത്തീകരിക്കുന്ന മുമ്പ് അത് നടപ്പിലാക്കിയ ആൾ തന്നെ പോവുകയാണ്. നോക്ക്, ദ ഡെത്ത് ആനിവേഴ്സറി ഓഫ് ഇന്ദിരാഗാന്ധി ഈസ് മാർക്ക്ഡ് ആസ് രാഷ്ട്രീയ സങ്കല്പ ദിവസ് ഓർ നാഷണൽ പ്ലഡ്ജ് ഡേ. അപ്പോൾ ദ ഡെത്ത് ആനിവേഴ്സറി ഓഫ് ഇന്ദിരാഗാന്ധിയുടെ ചരമവാർഷികം, അല്ലെങ്കിൽ ആ ചരമവാർഷിക ദിനമുണ്ടല്ലോ, ഒക്ടോബർ 31, നമ്മൾ പിന്നീട് എന്തായിട്ട് ആചരിക്കുന്നു? രാഷ്ട്രീയ സങ്കല്പ ദിവസ് അല്ലെങ്കിൽ നാഷണൽ പ്ലഡ്ജ് ഡേ എന്ന് ആചരിക്കുന്നു. ഏത് ദിവസമാണ്? ഒക്ടോബർ 31, ഡെത്ത് ആനിവേഴ്സറി, ഇന്ദിരാഗാന്ധിയുടെ ഡെത്ത് ആനിവേഴ്സറി. രാഷ്ട്രീയ സങ്കല്പ ദിവസ്, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, രാഷ്ട്രീയ സങ്കല്പ ദിവസമായിട്ട് അല്ലെങ്കിൽ നാഷണൽ പ്ലഡ്ജ് ഡേ ആയിട്ട്, അല്ലേ, ദേശീയ പ്രതിജ്ഞാദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നോക്ക്, 1984 തന്നെ മറ്റൊരു വസ്തുതയാണ്. ഒക്ടോബർ 31. ഈ ഒക്ടോബർ 31 നമ്മൾ പറഞ്ഞു, ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഇന്ദിരാഗാന്ധി വാസ് അസാസിനേറ്റഡ് ഇൻ 1980, അല്ലെ, ഓൺ ഒക്ടോബർ 31, 1984 എന്ന് പറഞ്ഞു. ഇനി ഒക്ടോബർ 31 മറ്റൊരു വിശേഷണമുണ്ട്. ഒക്ടോബർ 31 ഈസ് ഒഫീഷ്യലി ഒബ്സർവ്ഡ് ആസ് രാഷ്ട്രീയ ഏകതാ ദിവസ്, നാഷണൽ യൂണിറ്റി ഡേ. രാഷ്ട്രീയ ഏകതാ ദിവസ്. കാരണം ഈ ഒക്ടോബർ 31 ഇപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ സങ്കല്പ ദിവസ്, നാഷണൽ പ്ലഡ്ജ് ഡേ, അതിന് ഇമ്പോർട്ടൻസ് ഇപ്പോൾ വലുതായിട്ട് കൊടുക്കുന്നില്ല ഗവൺമെൻറ്. അതിന് പകരം ആ ദിവസം അവരെന്തായിട്ട് ഇപ്പോൾ ആചരിക്കുന്നത്? പ്രത്യേകിച്ച് നമ്മുടെ NDA ഗവൺമെൻറ് വന്നതിന് ശേഷം, മോദി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് രാഷ്ട്രീയ ഏകതാ ദിവസ് അല്ലെങ്കിൽ നാഷണൽ യൂണിറ്റി ഡേ, അല്ലേ, ദേശീയ ഏകതാ ദിവസ് എന്ന പേരിലൊരു ദിവസം ഒക്ടോബർ 31 പ്രഖ്യാപിച്ചതിന് കാരണം എന്താണെന്നറിയാമോ? ടു കോമമറേറ്റ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് വല്ലഭായ് പട്ടേൽ, സർദാർ വല്ലഭായ് പട്ടേൽ. നമുക്കറിയാം, സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ അയൺമാൻ, അല്ലെ, ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ് ഒക്ടോബർ 31. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ചരമദിനമാണെന്ന് ഒക്ടോബർ 31. എന്നാൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ് ഏത്? ഒക്ടോബർ 31 എന്ന് പറയുന്നത്. അപ്പോൾ ആ ദിവസത്തെ ആചരിക്കാൻ വേണ്ടി ഈ NDA ഗവൺമെൻറ് ഒരു ദിവസം പ്രഖ്യാപിച്ചതാണ് രാഷ്ട്രീയ ഏകതാ ദിവസ്, നാഷണൽ യൂണിറ്റി ഡേ. അതിനാണ് യൂണിയൻ ഗവൺമെൻറ് അത് ആ ദിവസത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ കോൺഗ്രസ്സുകാരൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഈ ദിവസം, ഈ ഒക്ടോബർ 31 രാഷ്ട്രീയ സങ്കല്പ ദിവസമായിട്ട്, നാഷണൽ പ്ലഡ്ജ് ആയിട്ട് ആചരിക്കാറുണ്ട്. പക്ഷേ ഒഫീഷ്യലി വലിയ ഇമ്പോർട്ടൻസ് അവർ അതിന് കൊടുക്കാറില്ല. അവർ ഏതിനാണ് ഇപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്നത്? ഗവൺമെൻറ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ നാഷണൽ യൂണിറ്റി ഡേക്കാണ്. കാരണം അതിനകത്ത് പിന്നിൽ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് നാഷണൽ റീഡെഡിക്കേഷൻ ഡേ. നാഷണൽ റീഡെഡിക്കേഷൻ ഡേ എന്നും ഏതറിയപ്പെടുന്നുണ്ട്? ഈ ഒക്ടോബർ 31 അറിയപ്പെടും. നാഷണൽ റീഡെഡിക്കേഷൻ ഡേ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ദ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആൻഡ് ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഈ സർദാർ വല്ലഭായ് പട്ടേൽ രാഷ്ട്രീയ ഏകതാ ദിവസം എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? 560 നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത്. അങ്ങനെ സംയോജിപ്പിച്ച് ഒറ്റ ഇന്ത്യ ആക്കി മാറ്റിയ അദ്ദേഹമാണ്. അതുകൊണ്ടാണ് യൂണിറ്റി ഡേ എന്ന ആ ദിവസം വന്നത്. മനസ്സിലായി? അദ്ദേഹത്തിന്റെ ഓർമ്മിക്കാൻ വേണ്ടി.
560 നാട്ടുരാജ്യങ്ങളെ എന്ത് ചെയ്തു? നാട്ടുരാജ്യ സംയോജനം നടത്തിയതിൽ അല്ലേ അതിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ദിവസം നാഷണൽ യൂണിറ്റി ഡേ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ ദിവസം മീൻസ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം. അപ്പോൾ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം ഇദ്ദേഹത്തിൻ്റെ വിശേഷം എന്താണ്? നമ്മുടെ ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും അതുപോലെ ഹോം മിനിസ്റ്ററുമായിരുന്നു ആര്? സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്തു? അപ്പോൾ ഇതാണ് ആ ദിവസവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഒക്ടോബർ 30 നമ്മൾ ഇന്ദിരാഗാന്ധിയുമായിട്ട് പറഞ്ഞു വന്നപ്പോൾ ഒക്ടോബർ 31 പ്രാധാന്യം പറഞ്ഞു. ആ ഒക്ടോബർ 31 മറ്റൊരു പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ ഇവിടെ ഉൾപ്പെടുത്തിയത്. ഓക്കെ, ഇനി നോക്ക്, നമുക്ക് തിരിച്ചു വരാം. ഈ 84 രാജീവ് ഗാന്ധി ടുക്ക് ചാർജ് ആസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പോൾ ആര് വധിക്കപ്പെട്ടു? ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടു ഒക്ടോബർ 31. അങ്ങനെ അതിനുശേഷം ആ ഇന്ദിരാഗാന്ധിയുടെ മകനായ രാജീവ് ഗാന്ധി എന്ത് ചെയ്തു? ടുക്ക് ചാർജ് ആസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ആര് വരികയാണ്? രാജീവ് ഗാന്ധി അധികാരമേറ്റു. മനസ്സിലായില്ലേ? ഇനി ഒരു പുതിയ ഒരു കാലഘട്ടം ആരംഭിക്കുകയാണ് ഇന്ദിരാഗാന്ധിയുടെ. അപ്പോൾ നെഹ്റുവിയൻ കാലഘട്ടം കഴിഞ്ഞു. അടുത്ത ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം സംഭവബഹുലമായ കാലഘട്ടമാണ്. കാരണം അടിയന്തരാവസ്ഥയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം എന്താണ്? രാജീവ് ഗാന്ധിയുടെ കാലഘട്ടം ആരംഭിക്കുകയാണ്. അത് ആരംഭിക്കുന്നത് എന്ന് തന്നെയാണ് ഈ 6th 5-year പ്ലാൻ പീരീഡിൽ തന്നെയാണ്. ഓർക്കുക, 6th 5-year പ്ലാൻ പീരീഡിൽ തന്നെയാണ്. ഓക്കെ, ഇനി നോക്ക്. 6th 5-year പ്ലാൻ വാസ് സീൻ ആസ് ദ എൻഡ് ഓഫ് ദ നെഹ്റുവിയൻ സോഷ്യലിസം. അപ്പൊ ഈ 6th 5-year പ്ലാനോട് കൂടി നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? എൻഡ് ഓഫ് ദ നെഹ്റുവിയൻ സോഷ്യലിസം. ഇതുവരെ നമ്മൾ എന്താണ്? ഒരു സോഷ്യലിസ്റ്റ് പാറ്റേണിലാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. സോഷ്യലിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് വെച്ചാൽ പബ്ലിക് സെക്ടറിന്, ജനങ്ങളുടെ ക്ഷേമത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതൊരു കോൺസെപ്റ്റിനെയാണ് നെഹ്റുവിയൻ സോഷ്യലിസം എന്ന് പറയുന്നത്. കാരണം ഫസ്റ്റ് 5-year പ്ലാനൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരുടെയൊക്കെ ഫസ്റ്റ് 5-year പ്ലാൻ തൊട്ടേ നെഹ്റുവിൻ്റെ ഒരു ഇടപെടൽ, നെഹ്റുവിൻ്റെ ആശയങ്ങളാണ് ഫസ്റ്റ് 5-year പ്ലാൻ തൊട്ട് ഈ പറയുന്ന 6th 5-year പ്ലാൻ വരെ കാണുന്നത്. കാരണം അവിടെയൊക്കെ എന്താണ്? നമ്മൾ ജനങ്ങളുടെ ക്ഷേമത്തിനാണ്, വെൽഫെയർ ഓഫ് ദ പീപ്പിളിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത്. മനസ്സിലായില്ലേ? അങ്ങനെ ഈ 6th കാര്യം എന്താണ്? നമുക്കറിയാം, ഈ കാലഘട്ടത്തിലെല്ലാം നോക്കിയാലും ജനക്ഷേമ പരിപാടികളാണ്. പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ് ആണെങ്കിലും അതുപോലെ പിന്നെ എന്താണ് ഈ ബാങ്ക് നാഷണലൈസേഷൻ ആണ്. ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത്. എന്നാൽ ഈ 6th 5-year പ്ലാൻ കഴിയുമ്പോൾ പിന്നെ ഈ നെഹ്റുവിയൻ മോഡലിൽ നിന്നും നമ്മളൊരു വ്യതിചലനം കാണാൻ പറ്റുന്നു. അത് ആരുടെ കാലഘട്ടത്തിൽ തന്നെ തുടക്കം കുറിക്കുന്നത്? രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ്. കാരണം എന്താണ്? പതുക്കെ നമ്മൾ എന്തിലേക്ക്? ലിബറലൈസേഷനിലേക്ക്, പ്രൈവറ്റൈസേഷനിലേക്ക്, ഗ്ലോബലൈസേഷനിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കാട്ടി. ഏത്? ആ 6th 5-year പ്ലാൻ കഴിഞ്ഞ് നമ്മൾ 7th 5-year പ്ലാനിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ. പൂർണ്ണമായിട്ട് വന്നിട്ടില്ല, പൂർണ്ണമായിട്ട് വരുന്നത് പിന്നീടാണ്, നമ്മൾ പഠിക്കും. പക്ഷേ എങ്കിലും ഈ 84 കഴിഞ്ഞ് 85ലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ തോതിലൊക്കെ ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം, നമ്മുടെ നയവ്യതിയാനം വന്നു തുടങ്ങി. നെഹ്റുവിയൻ കോൺസെപ്റ്റിന് നിന്നും പതുക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വ്യതിചലിച്ചു തുടങ്ങി. അതായത് ലിബറലൈസേഷനിലേക്കും പ്രൈവറ്റൈസേഷനിലേക്കും ഒരു വ്യതിചലനം ഈ 7th 5-year പ്ലാൻ ആയപ്പോൾ, അല്ലെങ്കിൽ 6th 5-year പ്ലാന്റെ അവസാനം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ അവസാനം എന്ന് പറയുന്നത് എന്ത്? 6th 5-year പ്ലാനിലാണ് എന്ന് പറയുന്നത്. 6th 5-year പ്ലാന്റെ അവസാനം നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ അവസാനമായിട്ട് കണക്കാക്കുന്നു. ഓക്കെ, ഇനി ടു പ്രിവെന്റ് ഓവർ പോപ്പുലേഷൻ ഫാമിലി പ്ലാനിംഗ് വാസ് എക്സ്പാൻഡഡ്. ഇനി ഈ 6th 5-year പ്ലാൻ പീരീഡിൽ നമ്മൾ കാണുന്ന എന്ത് ചെയ്തു? ടു പ്രിവെന്റ് ഓവർ പോപ്പുലേഷൻ, അധിക ജനസംഖ്യ നിയന്ത്രിക്കാനായിട്ട് ഫാമിലി പ്ലാനിംഗ് വാസ് എക്സ്പാൻഡഡ്. കുടുംബാസൂത്രണ പദ്ധതി നമ്മൾ എന്ത് ചെയ്തു? വികസിപ്പിച്ചു. കുടുംബാസൂത്രണ പദ്ധതി നടപ്പിലാക്കിയെന്നല്ല, അത് വികസിപ്പിച്ചു. ഓവർ പോപ്പുലേഷൻ നേരിടാൻ വേണ്ടി കുടുംബാസൂത്രണ പദ്ധതി വികസിപ്പിച്ചതും 6ാം പദ്ധതി കാലത്താണ്. ഇനി ദ ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് ഓഫ് 6th 5-year പ്ലാൻ ഇംപ്ലൈസ് ദാറ്റ് ഇറ്റ് വാസ് എ സക്സസ്. അല്ലേ? എന്തായിരുന്നു? 5.2 അല്ലേ ടാർഗറ്റ് ചെയ്തത്? അത് നമ്മൾ ആക്ച്വലി നേടിയെടുത്തത് എന്താണ്? 5.7 ആണ് നേടിയെടുത്തത്. അപ്പോൾ ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് ഓഫ് 6th 5-year പ്ലാൻ ഇംപ്ലൈസ് ദാറ്റ്, ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ടാർഗറ്റും അതുപോലെ എന്താണ് ആക്ച്വലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പദ്ധതി എന്തായിരുന്നു? ഒരു സക്സസ് ആയിരുന്നു, വിജയമായിരുന്നു നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് 6th 5-year പ്ലാനുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 5th 5-year പ്ലാൻ പോലെ ഒരുപാട് കണ്ടന്റ് ഒന്നുമില്ല, കുറച്ച് കണ്ടന്റ് മാത്രമേ ഉള്ളൂ. അത് കൃത്യമായിട്ട് പഠിക്കുക. ഏത് 5-year പ്ലാൻ വേണമെങ്കിലും അവർക്കെടുത്ത് ചോദിക്കുക. അതിനകത്ത് പ്രധാനപ്പെട്ട എല്ലാ പോയിന്റ്സുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുക എന്നുള്ള ഡ്യൂട്ടി മാത്രമാണ് നിങ്ങൾക്കുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക, ഒരു പോയിന്റ് പോലും നമുക്ക് നഷ്ടപ്പെടരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.